അവന്റെ മനസ്സ് മാറിയെന്നാ തോന്നുന്നേ. കർത്താവിന് സ്തുതി. അവിടെ ഒന്നുകൂടെ വായിച്ചോളെ. കല്യാണത്തെ പറ്റി ഞാൻ കാര്യമായി ആലോചിക്കുകയാണ്. വിശദമായി പിന്നീട് എഴുതാം. അത്രയുമായല്ല, അത് മതി. ഇനി കല്യാണം നടന്നോളൂ. ശോശാമ്പേ, ഇന്നെന്താ പതിവില്ലാതെ ഒരു പ്രാർത്ഥന? ലില്ലി എഴുതിയിരിക്കുന്നു ഇന്ന് രാവിലെ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. കാരണം? അതൊന്നും എഴുതിയിട്ടില്ല. ഓ, വല്ല പരീക്ഷയും തുടങ്ങുന്ന ദിവസമായിരിക്കും. ഇച്ചായം വന്നത് നന്നായി. പള്ളിയിൽ പോയി ഒരു കൂട് മെഴുകുതിരി കൊടുത്തണം. അല്ലയോ ശ്രീമതി, എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കൊട്ടാരം? കൊള്ളാം. മുത്തു, ഇത് എന്റെ പെങ്ങളാണ് ലില്ലി. പെങ്കാളാ? പെങ്കാളെ ആങ്കാളെയൊന്നുമല്ല, പെങ്ങള് എന്ന് വെച്ചാൽ സിസ്റ്റർ. ഓ, തങ്കച്ചി. തങ്കച്ചിയും തമ്പുരാട്ടി. ഇതാകുമ്പോ രണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. എവിടെ കിട്ടിയാള്? ബാങ്കിലെ പ്യൂണാണ്. ഒരു പഞ്ചപാവം. രാത്രിയിൽ ഇവിടെ കിടക്കും. അത്താഴം രാവിലെ കാപ്പി ഉണ്ടാക്കും. അയാളുടെ അപ്പൊ ലാഭകച്ചവടം തന്നെ. വെച്ചിട്ട് വെക്കും. അമ്മ இன்னைக்கு போறதுங்களா? ഇല്ല, ഞായറാഴ്ച താൻ പോകും. അപ്പോ കാലിயான റൂമിൽ ഒരു സോഫ കൊണ്ടുവിടേ. അതെല്ലാം പതുക്കെ പോട്ടാ മതി. താൻ പോയി ഷാപ്പാടില്ല. അമ്മാവക്ക് ഏതാവത് സ്പെഷ്യലാ വേണമാ? ഒരു സ്പെഷ്യലും വേണ്ട, സാധാരണ ഉള്ളതൊക്കെ മതി. ശരി. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അയാൾ അറിയുന്നില്ല. കർത്താവേ, ഇവന് മാപ്പ് കൊടുക്കണമേ. കളിയാക്കണ്ട. അയാളെ കടിച്ച് കീറി തിന്നാൻ തോന്നുന്നില്ലേ? എനിക്കോ ലില്ലിക്കോ? എനിക്കൊന്നുമില്ല. എന്റെ കണ്ണിൽ നോക്കി പറയാം. അമ്മാവക്ക് തുണി പോണുങ്ങളാ? അമ്മയ്ക്ക് കുളിക്കൊന്നും വേണ്ട. അടുക്കളയിലൊട്ടിയല്ലേ, വല്ലതും കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം. இப்ப சாப்பிடுங்க. அம்மாவும் நானும் சேர்ந்து சமையல் பண்றோம். தான் தனி சமையல்லாம் செய்துட்டா மതി. போறோம். ஆச்சம். മുത്തു, തിയേറ്ററിൽ നല്ല പടമാണെന്ന് കേട്ടല്ലോ. ഫസ്റ്റ് ക്ലാസ് പടം സാർ. അടി ഇടി വാൾച്ചണ്ട ഡിസ്റ്റ് டான்ஸ் எல்லாம் இருக்கு. താൻ കണ്ടോ? நான் பார்க்கல. பார்த்தவங்க சொன்னாங்க தியேட்டர் முன்னாடி ஒரே கூ கூல கூ கூ ரயில் வண்டி மாதிரி நிப்பாங்க பாருங்க டிக்கெட் எடுக்கிறது. ശരി, താൻ പോയി പടം കണ്ടിട്ട് നാളെ രാവിലെ എന്നോട് അഭിപ്രായം പറയണം. എന്നിട്ട് വേണം എനിക്ക് പോവാൻ. അമ്മ വന്നേരം നാളേക്ക് പോറേനെ. അമ്മ ഉണ്ടിട്ട് ഇവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊള്ളും. താൻ പിടിച്ചോ? കൊള്ളാം. ഏതായാലും നാളെ കാലത്ത് അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ രാത്രി തന്നെ വിളിച്ചുണർത്തിയേ. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടുന്നത് ഒളിച്ചു വേണമെന്ന് വരുന്നത് നന്നായി. അല്ലെങ്കിൽ നാളെ രാവിലെ കോളേജിൽ പാട്ടായിരുന്നു. അതും ശരിയാണ്. താങ്ക് യു. ഹലോ ഹലോ, ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിസി. ഇത് ലിസിക്ക് അറിയാമല്ലോ. ഗുഡ് ഈവനിങ്. കല്യാണമൊക്കെ കസറിയോ? ഒരു ചെറിയ തോതിലായിരുന്നു. അപ്പൊ ഞാൻ 2 ദിവസം കൊണ്ട് നീ ആള് ഡള്ളടിച്ചു പോയല്ലോ. വലിയ ക്ലേശമായിരുന്നു. ശരിക്കും ഉറങ്ങിയില്ല. അതെ, നിങ്ങളുടെ പിക്നിക്കൊക്കെ പൊടി പൊടിച്ചോ? നീ ഇല്ലാതെ പിക്നിക്ക് നടക്കുമോ? പിക്നിക്ക് മാറ്റിവെച്ചു. അയ്യോ, വലിയ കഷ്ടമായി പോയല്ലോ. എല്ലാരും എന്നെ പ്രാഗിയിരിക്കും. ഞങ്ങൾ അത്രയ്ക്ക് സില്ലിയാണോ? അത് പോട്ടെ, കല്യാണ വിശേഷം കേൾക്കട്ടെ. ചെറുക്കൻ എങ്ങനെയാ? കണ്ടാ കൊള്ളാമോ? തരക്കേടില്ല. നിന്റെ ലോക്കൽ ഗാർഡൻ ജോണിയെ പോലെ ഇരിക്കുമോ? ഏതാണ്ടും. നിനക്കെന്താ ഇത്ര നാണം? നിന്റെ മട്ട് കണ്ടാൽ തോന്നുമല്ലോ കല്യാണം നിനക്കായിരുന്നെന്ന്. അതോ കല്യാണ ചെറുക്കനുമായി വല്ല? ഒന്ന് ചുമ്മാ ഇരുന്നു. ഗുഡ് ഈവനിങ്. ഇതെന്റെ ബ്രദർ ഡോക്ടർ സക്കറിയ. ഇവളെന്റെ ഫ്രണ്ടാണ് ലില്ലി. ഞാൻ മറ്റേ ലിസി. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടാണെന്ന്. പ്രായം 20, ഫൈനൽ MBBS പഠിക്കുന്നു, അൺമാരിയഡ്, പോക്കം.
അളവും തൂക്കമൊന്നും അറിയില്ല. ഇവളെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അത് ശരി. അപ്പോഴിവിടെ വരുന്നത് എന്നെ കാണാനല്ല, എന്റെ ഫ്രണ്ട്സിനെ കണ്ട്. ഛേ, നിനക്ക് എന്റെ സ്വഭാവം അറിഞ്ഞൂടെ? കൊച്ചിന് തൊട്ട് അറിഞ്ഞൂടെ? അതല്ലേ ചോദിച്ചത്. പിടിച്ചോ? പിടിച്ചെങ്കിൽ പ്രപ്പോസ് ചെയ്യണം. ഛേ, ഞങ്ങൾ തമ്മിൽ ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതിനിയും ആകരുതോ? അത് ഏറ്റവും. അമ്പ, അതിന്റെ ഒരു ആഗ്രഹം ഏറ്റവും. താങ്ക് യു. വീണു പോയി. ആര്? എന്റെ പാവപ്പെട്ട ചേട്ടൻ. അയ്യോ, എപ്പോ? ഇപ്പൊ തന്നെ. ഞാനിപ്പോൾ കണ്ടതല്ലേ. അയ്യോ, അതുകൊണ്ടല്ലേ വീണത്. നീ എന്താണ് പറയുന്നത്? നടന്ന സംഭവം. എന്റെ സഹോദരനും അവിവാഹിതനെങ്കിലും മാനം മര്യാദയിൽ ജീവിക്കുന്നവനുമായ മാരാരാശ്രീ ഡോക്ടർ സക്കറിയ MD പ്രേമത്തിന്റെ താമരപ്പൊയ്കയിൽ തലകുത്തി വീണിരിക്കുന്നു. ഇതാണോ കാര്യം? ഞാൻ പേടിച്ചു പോയല്ലോ. അമ്പടി, ഇച്ചായം വീണെന്ന് കേട്ടപ്പോ അവളുടെ ഒരു വെപ്രാളം. ലിസിയുടെ ചേട്ടൻ വീണെന്ന് കേട്ടാൽ ഞാൻ വിഷമിക്കണ്ടേ? എന്റെ ഇച്ചായനായതുകൊണ്ട് മാത്രമാണോ ഈ വെപ്രാളം? പിന്നല്ലാതെ. കള്ളി, എന്നെ കളിപ്പിക്കേണ്ട. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തിന്? ഇച്ചായന്റെ കരള് നീ കട്ടതിന്. അയ്യോ ലിസി, സത്യമായിട്ട് പോടി. പോകുന്നത് വരേക്കും നിന്നെ പറ്റിയായിരുന്നു സംസാരം മുഴുവൻ. നിന്റെ കണ്ണും മൂക്കും ചുണ്ടും. മതി മതി ലിസി, ദയവായി മറ്റാരോടും പറയല്ലേ. എന്താ പറഞ്ഞാൽ കേൾക്കുന്നവർ അസൂയപ്പെടും, അത്ര തന്നെ. അങ്ങനെയല്ല, ജോണി ചാനിത് അറിഞ്ഞാൽ ആ നിമിഷം എന്റെ പഠിത്തം നിർത്തും. പിന്നെ പിന്നെ നീ എന്താ കൊച്ചുകുട്ടിയാണോ? ഇക്കൊല്ലം ഡോക്ടറാകാൻ പോകുന്നവൾ ഇങ്ങനെ പേടിച്ചാലോ? നിനക്ക് അറിഞ്ഞൂടാ ലിസി, വല്ലവരും സ്നേഹിക്കുന്നെന്നറിഞ്ഞാൽ ജോണി ചായന് കലിയിളകും. എന്നെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കും. ആളൊരു കൺട്രിയാണെന്ന് തോന്നുന്നല്ലോ. ഇക്കാര്യത്തിൽ അതെ. ശരി, പുള്ളിക്കാരനെ നേരിട്ട് കണ്ട് കാര്യം സംസാരിക്കാൻ ഞാൻ ഇച്ചായനോട് പറയാം. അയ്യോ വേണ്ട, അപകടമാ. നിന്നെ പോലൊരു പാവത്തിന് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ലോകത്തിലങ്ങ് നടക്കാത്ത കാര്യമാണോ ഇത്? ധൈര്യമായിരിക്കും, ഞാനെല്ലാം ശരിയാക്കാം. മിസ്റ്റർ സക്കറിയ, ഇക്കാര്യത്തിൽ അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പക്ഷേ ലില്ലി പറഞ്ഞത് മിസ്റ്റർ ജോണിയിൽ അറിഞ്ഞാൽ ബഹളം കിട്ടുമെന്ന്. അവൾക്ക് എന്നെ പണ്ടേ പേടിയാണ്. ഇപ്പോൾ ഞാൻ അവളുടെ ഗാർഡിയനായതിനു ശേഷം ആ പേടി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ജോണിക്ക് വിരോധമില്ലെന്ന് നേരിട്ടൊന്ന് പറഞ്ഞാൽ. ഇക്കാര്യം ഞാൻ അവളോട് പറയുന്നത്ര ശരിയല്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ലെന്ന് ഡോക്ടറെ നിങ്ങൾ പറഞ്ഞാൽ മതി. ശരി, താങ്ക്സ്. ഗുഡ് ലക്ക്. താങ്ക് യു. ക്ഷമിക്കണം, കല്യാണക്കാര്യം ആലോചിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. അതെന്താ? അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഞാനിപ്പോൾ. ഉടനെ ആലോചിക്കണമെന്നില്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ്. ഒരിക്കലും അത് ആലോചിക്കാൻ നിവർത്തിയില്ല. സോറി. മിസ്റ്റർ ജോണിക്ക് വിരോധമില്ലെന്നാ പറഞ്ഞത്. അതൊക്കെ പറയും, ഉള്ളിലിരിപ്പ് എനിക്കല്ലേ അറിയാവൂ. അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇക്കാര്യം കൂടുതൽ സംസാരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോറി, ഞാൻ എന്നെ ശല്യപ്പെടുത്തുകയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ത്രീയോട് കാട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് അങ്ങ് എന്നോട് കാട്ടിയത്. അത് സ്വീകരിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ശരി, ഞാൻ എന്നും ലില്ലിയുടെ ഒരു വെൽവിഷറായിരിക്കും. താങ്ക് യു ഡോക്ടർ. ലില്ലി, വലിയൊരു മടത്തരമാണ് നീ കാണിച്ചത്. ഇച്ചായൻ വളരെ നല്ലവനാണ്. നിന്നെ ഐശ്വര്യത്തിന് നടുവിലിരുത്തി സംരക്ഷിക്കുമായിരുന്നു. ഇതുപോലൊരു സന്ദർഭം ഇനി നിനക്ക് കിട്ടിയില്ല. എന്തു ചെയ്യാം ലിസി, എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. മിടുക്കൻ, ആ നല്ല മനുഷ്യനെ ഇങ്ങനെ ഇട്ട് നടത്തിയത് കഷ്ടമായി പോയി. ലില്ലിയല്ലേ തുടങ്ങി വെച്ചത്. അനുവാദം ചോദിക്കാൻ അയാൾ എന്തിന് ഇങ്ങോട്ട് പറഞ്ഞയച്ചു? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പറഞ്ഞയച്ചു. ഇനിയും ആരെല്ലാം ഇങ്ങനെ വരുമോ എന്തോ. പലരും വന്നേക്കും. ഈ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം ചുമന്നുകൊണ്ട് നടന്നാൽ അത് സ്വന്തമാക്കാൻ കുതിച്ച് പലരും വന്നേക്കും. മതി മതി, മുഖസ്തുതി പറഞ്ഞ് കളിയാക്കണ്ട. ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞെങ്കിൽ എങ്കിൽ ഈ സൗന്ദര്യ ചുമടും കൊണ്ടിങ്ങ് പോന്ന് ഉടമസ്ഥനെ ഏൽപ്പിക്കാമായിരുന്നു. ഞാൻ എത്ര നാളായി അതിന് കാത്തിരിക്കുന്നറിയാം. എന്നോട് ആര് പറഞ്ഞിട്ടോ കാപ്പി വേണമെന്ന്? അമ്മ വന്നിടുന്നാല് ഒന്നിനും സമ്മതിക്കില്ലേ? ആ പാവത്താൻ എന്ത് പിഴച്ചു. പിണങ്ങണ്ട, ഇനി അയാൾ ഇങ്ങോട്ട് വരില്ല. ദരിദ്ര